ഇതിൽ ഒരു കോമഡി രീതിയിലൊക്കെ ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ട്. സി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ ഒരുപാട് ആൾക്കാർ കുഴപ്പമില്ലാത്ത റെസ്പോൺസ് അവരൊക്കെ ചിരിക്കുന്നതൊക്കെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണലി ഇതായിട്ട് ഇച്ചിരി ഓവർ ദ ടോപ്പായി പോയി, ഭയങ്കര ഓവറാക്കിയതുപോലെ തോന്നി. ഈവൻ മമത ബൈജു പ്രേമലുവിന് ശേഷം ഇതിൽ എക്സ്പെക്ട് ചെയ്യായിരുന്നു ഒരു എല്ലാവരും കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ ഐ ഡി നോട്ട് ലൈക്ക് ദ കോൺസെപ്റ്റ്. മേ ബി ഞാൻ പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു വളരെ പേഴ്സണൽ ഞാൻ പറഞ്ഞത് അകത്ത് തിയേറ്ററിൽ ഒരുപാട് ആൾക്കാർ എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദ മൂവി മൈ ഡു ടു വെൽ. ഞാൻ പറഞ്ഞതിൽ ഒരു എന്താ പറയണേ, എല്ലാം കൂടെ ഒരു ഓവറാക്കാൻ നോക്കിയത് മനസ്സിലാവും. അത് തന്നെയാണ് അവർ കാണിക്കാൻ നോക്കുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാം ഒരു പ്രാക്ടിക്കൽ ഇത് മാത്രം വെച്ചിട്ട് ഇമോഷണൽ കാര്യം മാറ്റിയിട്ട് പ്രാക്ടിക്കൽ പോർഷൻസ് കൊണ്ടുവരാൻ നോക്കിയതാണ്. Still, I feel something is missing somewhere. Personally, I didn't like it. I thought story was absurd. വളരെ ഒരു സിമ്പിളായിട്ടൊരു കാര്യമാണ്. മാത്രമല്ല, ഒരു ആണിനും പെണ്ണിനും ഒരു ഇക്വേഷൻ, ഒരു ആണെന്നറിയാം ഒരു പെൺകുട്ടി ഒരാളിനെ എത്രത്തോളം ഇഷ്ടപ്പെടും, പെൺകുട്ടിക്ക് അറിയാം ഒരാളിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു. ഓരോ ആൾക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിൻ്റെ ബേസിസാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ബോത്ത് ക്യാരക്ടേഴ്സ് ലൈക്ക് എന്താ പറയുക, ഇതിനകത്ത് ഒരു സ്ത്രീനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കാൻ നോക്കിയിട്ട് ആക്ച്വലി ഒരു ഇമോഷൻലെസ് പ്രാക്ടിക്കലായിട്ട് കാണിക്കുകയാണെങ്കിൽ പോലും എൻ്റെ അകത്തൊരു ഇഡിയോട്ടിക് രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുകയാണ് സ്ത്രീ. അപ്പം ഐ ഡോണ്ട് നോ, ഇവിടെ സ്ത്രീനെ വുമൺ എംപവർ ചെയ്യാൻ നോക്കുകയാണോ, ഈ കാസ്റ്റിൻ്റെ, ഞാൻ നേരത്തെ പറയാം കാസ്റ്റോണോമിക്സിൻ്റെ കാര്യത്തിനെ കുറിച്ച് സൊസൈറ്റി അഡ്വൈസ് ചെയ്യാൻ നോക്കുകയാണോ, എന്താണ് അബ്സർഡ് സ്റ്റോറി. ഐ പേഴ്സണലി ലൈക്ക്. പിന്നെ ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ചിരിക്കാൻ ഓവറോൾ ഐ ഡോണ്ട് തിങ്ക്, എനിക്കറിഞ്ഞില്ല തമിഴ്നാട്ടിൽ ഇത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. പേഴ്സണലി ഐ ഡിഡ്ന്റ് ലൈക്ക്. കോമഡിയാണോ? കോമഡി എല്ലാം ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്, സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാണ്. സൂപ്പർ പടം, നല്ല ഇത് പടം. കോമഡി എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. നായക എങ്ങനെയുണ്ട്? സൂപ്പറായി, നല്ല അഭിനയം ഉണ്ട്. ഫുള്ളായിട്ടില്ല, ഏറെക്കുറെ ആണ്. പടം വിജയിച്ചു. ലാസ്റ്റ് വരെ അതൊക്കെ അവന്റെ പേര് കിട്ടില്ല. നല്ല നല്ല പടങ്ങൾ കാണാറുണ്ട്. പടം നല്ല ഉഗ്രനായ പടമായി, സൂപ്പർ പടമായി. ആവറേജ് കണ്ട സ്റ്റോറിലേക്ക് തന്നെ വലുതായിട്ടൊന്നും ഇല്ല. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? എന്താണ് ഇഷ്ടപ്പെട്ടത്? എല്ലാവരും അഭിനയമൊക്കെ നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ലതായിരുന്നു. നന്നായിട്ടുണ്ട്. എന്താണ് ബ്രോ ഇഷ്ടപ്പെട്ടത്? ആക്ടിങ്, സോങ് 2 സോങ്സിന്റെ ഉള്ളൂ. അവരുടെ കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ സൂപ്പറാണ്. നമ്മളെ കപ്പിൾസിനും ബ്രേക്കപ്പിനും ഒക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി പടം. എങ്ങനെയുണ്ട് മമിത പ്രദീപ്? മമിത സൂപ്പറാണ്. പടത്തിന്റെ എവിടെയെങ്കിലും കണക്ട് ആയോ? കണക്ട് അങ്ങനെ തോന്നിയിട്ടില്ല. രണ്ടുപേരുടെ കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല പടമായിരുന്നു. കോമഡി കോമഡി റൊമാൻസ് എല്ലാം ഉണ്ട്. ഒരു ഫണ്ണായിട്ട് എടുക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടു. മമിതയും അവരുടെ കോമ്പിനേഷൻ ഒക്കെ എങ്ങനെയുണ്ട് പടം? നല്ലൊരു കോമഡി പടം തന്നെയാണ്. நல்ல படம். பிரதீப் ரங்கநாதன் ரொம்ப சூப்பராக இருக்கு. ഇത് யூத்தோட படம் இல்லையா? எல்லா ஆடியன்ஸுக்கும் கனெக்ட் ஆகும். ஒரு புதிய ஒரு தீம், ஒரு டைப் ஆஃப் தீம் எல்லாருக்குமே பிடிக்குமா இருக்கும். மெயினாக பிரதீப்போட இதே அவங்க சொல்கிற கதை சொல்கிற விஷயம்லாம் கொஞ்சம் இந்த மாதிரி தான் இருக்கும். ஒரு ஃபுல் ஆஃப் ஆக்ஷன். கடை சினிமா பார்க்க வந்தோம், அது நேத்தோட முடிஞ்சிருச்சுன்னு. வந்துட்டு சும்மா திரும்பி போக வேண்டாம், மெயின் இதை பார்த்தோம். பரவாயில்ல, நாங்கெல்லாம் கொஞ்சம் ஏரியா ஜெனரேஷன்ல, அதனால இந்த தீம் அவ்வளவு படம் பார்த்துட்டு இருக்கலாம் போயிடுச்சு. அது நமக்கெல்லாம் இது என்ன இப்படி ஒரு அப்படின்னு தோணும். படம் எப்படி பிடிச்சிருக்க?